ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ചാനലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ്സ് ഇടുക, ഫ്രണ്ട്സിനോടൊക്കെ പറയാ ഇങ്ങനെ ഒരു ചാനലുണ്ട്, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചാനൽ തുടങ്ങാനുണ്ടായ ഒരു കാരണം. അതിപ്പം പലർക്കും പല രീതിക്കായിരിക്കും ചാനൽ തുടങ്ങാനുണ്ടാവുന്ന ഒരു ഇത്. ചിലർക്ക് എന്താണ്, ചിലരോടുള്ള ഒരു വാശിയുടെ ബേസിൽ തുടങ്ങും, ചിലർ വെറുതെ ടൈം കളയാനായിട്ട് തുടങ്ങും. അങ്ങനെ പല പല കാരണങ്ങളാണ്. എനിക്കിപ്പം ചാനൽ തുടങ്ങാനുണ്ടായ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് പണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നു ഓൾറെഡി. അത് +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉള്ള ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഒരു അത്യാവശ്യം ബിഗിൻ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ എനിക്കൊരു പൊട്ട ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്താണെങ്കിൽ നമ്മുടെ പഴയ ഒരു കുഞ്ഞൊരു ഫോണിനകത്ത് വീഡിയോ എടുക്കുന്നത്. വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അമ്മ എന്തോ ഉണ്ടാക്കിയ ഒരു കപ്പ ബിരിയാണിയുടെ ജസ്റ്റ് ഒരു അടുക്കള വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത്. അത് അപ്ലോഡ് ചെയ്ത് അത് സ്കൂളിലൊക്കെ ഞാനിങ്ങനെ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്തതൊക്കെ അന്ന് ഈ ലോങ് വീഡിയോ മാത്രമല്ല, ഇങ്ങനെ ഈ ഷോർട്സും കാര്യങ്ങളും. അപ്പൊ തമ്പൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഇൻഷോട്ടിലൊക്കെ ഇട്ട് എങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അനിയൻ എഡിറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കുളമൊക്കെ ആയി പോയി. എന്നാലും പിന്നെ ഞങ്ങൾ ചെയ്തു. രണ്ടാമത് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് മുകളിലെ പച്ചക്കറി കൃഷി അങ്ങനെ എന്തോ, അതും അപ്ലോഡ് ചെയ്തു. അന്ന് ഇതോട്ട് മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തെന്നാണ് നമ്മൾ ചാനൽ ഓപ്പൺ ആക്കിയത്. എന്റെ പാസ്വേഡ് ഒന്നും ഓർമ്മ പോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുക, വീഡിയോ എടുക്കുക, അങ്ങ് അപ്ലോഡ് ചെയ്യുക, ഒന്നുമില്ല, തമ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വാട്സപ്പിൽ കൂടെ ഗ്രൂപ്പ് ഒക്കെയാണ്, ഷെയർ ചെയ്തെടുക്കുക, കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ, കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ, ഇത് മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാനൊരു ഫേസ് പാക്കിന്റെ വീഡിയോ, പക്ഷെ അതൊക്കെ അന്ന് അത്യാവശ്യം 200 പേരൊക്കെ കാണുമായിരുന്നു. ഫേസ് പാക്കിന്റെ വീഡിയോ ഇട്ടും ഞങ്ങൾ രണ്ടുപേരുടെ എഡിറ്റിങ്ങിൽ എന്തോ ഇടിയായി, ചാനൽ പൊട്ടിപ്പോയി. അതിപ്പം അതിന്റെ മെയിൽ ID ഏതാണ്, പാസ്വേഡ് ഏതാണ്, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ അതങ്ങ് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം കാണുന്നവരൊക്കെ ചോദിക്കും, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കും യൂട്യൂബ് ചാനലുണ്ടോ, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ഒരു ഇതിലിടത്തില്ല. പിന്നെയും ഒന്നും ഇതാക്കാത്ത കുറെ ആൾക്കാരൊക്കെ, അതായത് നമ്മുടെ കൂടെയുള്ളവരൊക്കെ തന്നെ ഓരോരുത്തർ ചാനലൊക്കെ തുടങ്ങുന്നു, കാര്യങ്ങളൊക്കെ ഇതോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ എന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് ഞാനും പൊന്നിയും കൂടി ചാനലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതോട്ട് പേരൊക്കെ എടുത്തു. ഇപ്പോൾ ഒരു 6 മന്തോളം കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നു. ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു ചാനലിനെ പറ്റി. ഞങ്ങൾ പിന്നെ ലാപ്പൊന്നും ഇല്ല, മൈക്കൊന്നും ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ല, റിംഗ് ലൈറ്റ് ഇല്ല, പ്രോപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കാര്യങ്ങളില്ല. ഒരു ഫോണുണ്ട്, ഫോണിൽ ഷൂട്ട് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 2K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തി നിൽക്കുന്നത്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ, ബിഗിനർ ആകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ആ ഒരു സ്ട്രഗിളിൽ തന്നെയാണ് ഞങ്ങളും ഇപ്പം നിൽക്കുന്നത്. ഇനിയും ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് ആ സ്ട്രഗിളിൽ കൂടി മുന്നോട്ട് പോയി. ഇപ്പോഴും ചാനൽ മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല, ഒന്നും എത്തിയിട്ടില്ല. ഇങ്ങനെ ആ സ്ട്രഗിളിൽ കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടും നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും, അതായത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഓരോരോ കണ്ടന്റുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ അത് ബേസ് ചെയ്തു അങ്ങ് ഇടുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചാനലുണ്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടിരുന്നു എന്ന് ഒരാൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് വേറൊരാള് നമ്മുടെ വീഡിയോ ഫോണിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ഹാപ്പിനെസ് ആണ്. അതിൻ്റെ ഒരു ബേസിലാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഇടുന്നത്. ഈ ചാനൽ എന്തെങ്കിലും ഒന്ന് ആക്കണമെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വരുന്നത് അതിനെ ബേസ് ചെയ്താണ്. അങ്ങനെയാണ് എൻ്റെ ചാനൽ രൂപപ്പെട്ടതിൻ്റെ മെയിൻ കാര്യം. പിന്നെ മെയിൻ എന്ന് വെച്ചാൽ, ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ട് കണ്ടന്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ഇത്. നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിൽ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഇപ്പം എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഇന്ന ബ്യൂട്ടി എന്നില്ല, അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് എന്നില്ല, ഇപ്പം നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചാനൽ. നമുക്ക് എന്താണോ അപ്പം ആ ഒരു ചിന്തയിൽ വരുന്നത് അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. അത് താല്പര്യമുള്ള ആൾക്കാർ, സബ്സ്ക്രൈബേഴ്സ് കയറി കാണുന്നു, ഷെയർ ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്താൽ. അല്ലാതെ ഇന്നതെന്നുള്ള ഒരു ബേസ് ചെയ്തുള്ള ഒരു ചാനലല്ല എൻ്റേത്. അപ്പം ഞാൻ വലിയ ബ്യൂട്ടി വ്ളോഗറോ അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കി ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ബേസ് ചെയ്താണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണാനും സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം ഇപ്പോൾ ഒരു 2K ആവുന്നുണ്ട്, എന്നാലും കാണാനും ആൾക്കാരുണ്ട്. നമ്മുടെ ഷോർട്സ് ഒക്കെ അത്യാവശ്യം വ്യൂസ് ആവുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു സന്തോഷം. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പം
പുതിയ പുതിയ കണ്ടന്റുകൾ നമുക്കപ്പം ഇതായിട്ട് തോന്നുന്ന കണ്ടന്റുകളാണ് ചെയ്യുന്നത്. ഓരോരുത്തർ കമന്റ് ഇടുന്നതായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കുക, ബാക്ക്ഗ്രൗണ്ട് ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൈക്ക് വാങ്ങുക, റിംഗ് ലൈറ്റ് വാങ്ങുക, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. അപ്പൊ നമ്മൾ റിംഗ് ലൈറ്റും മൈക്കും ഒക്കെ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫണ്ട് വേണ്ടേ? നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ബിഗിനർ ആണ്. ബിഗിനർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബിഗിനർ ആണ്. ഇങ്ങനെ താഴെ കാല് ചവിട്ടി നിൽക്കാനുള്ള സ്പേസ് പോലും ആയിട്ടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ചിലപ്പോൾ ഒന്നും നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അങ്ങനെ വൈഫൈ കണക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല. അങ്ങനെ ഭയങ്കര ഒരു രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ട്രഗിള് നാളെ നല്ല ഒരു രീതിക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പം ഈ കമന്റ് ഇടുന്ന ചിലർക്ക് അത് മനസ്സിലാവത്തില്ലായിരിക്കും, എന്നാലും മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് മനസ്സിലാവും, അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രഗിളിൽ കൂടി വന്നിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ടാണ് ഇടുന്നതെന്നുള്ളത്. നമ്മൾ അപ്പം നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും, ഒരു ദിവസം പോലും അപ്ലോഡ് ചെയ്യാതിരിക്കത്തില്ല. എത്ര ടൈം ഇതായാലും വേറെ കാര്യങ്ങളും ഒത്തിരി, നമുക്ക് പഠിത്തത്തിന്റെ കാര്യമായാലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇപ്പൊ നെയിം മീറ്റിംഗ് ആയാലും ലോങ് വീഡിയോസ് ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രഗിളിലൂടെയും കാര്യങ്ങളിലൂടെയും പോകുന്നത്. ഒത്തിരി എടുത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ യൂട്യൂബ് വീഡിയോ കാണാറുണ്ട്, യൂട്യൂബ് ചാനൽ. ചിലർ ഒത്തിരി ഇപ്പോഴും കളിയാക്കാറുണ്ട്, നീ എന്തുവാണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ചാനൽ അത്. കാരണം അവരൊക്കെ ഒത്തിരി ഭയങ്കര മോഡിഫൈഡ് ആയിട്ടുള്ള അതായത് ചാനൽസ് ഒക്കെ കാണുന്നുണ്ടാവും. കാരണം ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഐഫോണും പൈസയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം പൈസ ഇതാക്കി സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നു, വീഡിയോസ് ചെയ്യുന്നു. നമ്മളെ പോലുള്ള ബിഗിനർ ഈ സ്ട്രഗിളിൽ കൂടി വരുന്ന ആൾക്കാർക്ക് ഇതിനെ ബേസ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്ട്രഗിള് നാളെ നല്ലൊരു രീതിക്കുള്ള ഒരു സന്തോഷത്തിൽ എത്തുമായിരിക്കും എന്നുള്ള ഒരു സ്വപ്നത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വീഡിയോസ് എടുക്കുന്നവർക്കും അത് എഡിറ്റ് ചെയ്യുന്നവർക്കും ചാനലുള്ളവർക്കും ഒക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അത് ഇടുമ്പം അതിന് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളായാലും ഒത്തിരി കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ഇതിനെല്ലാം ബേസ് ചെയ്ത് നിങ്ങൾ ഈ ഇന്ന് കാണുന്ന വലിയ വലിയ ചാനലുകളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ വന്നവരാണ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആ ഒരു സ്റ്റെപ്പിൽ കൂടിയാണ് കയറി പോകുന്നത്. അപ്പം നമുക്കൊരു വിശ്വാസം ഉണ്ട് എന്നെങ്കിലും ഒരു ദിവസം നമുക്കും നല്ല ഒരു ഇത് വരുമെന്നുള്ള ഒരു കാര്യം. അപ്പം കമന്റ്സ് ഇടുന്നവരോട് അങ്ങനെ നമുക്ക് വിഷമം ആ ഒരു രീതിക്കല്ല പറയുന്നത്. വിഷമം എന്ന് വെച്ചാൽ ഒരു വെറുപ്പ് ആ ഒരു കാര്യത്തിലല്ല പറയുന്നത്. നമ്മുടെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് വരുന്നത്. അപ്പം ഇതാണ് ചാനലിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അപ്ഡേഷൻസും ഒക്കെ. ഒന്നും ആയിട്ടില്ല, മോണിറ്റൈസേഷൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ചാനൽ തുടങ്ങാനുണ്ടായ കാരണം ഇതാണ്. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ ഒരു ചാനല്, ഇപ്പൊ എന്റെ ഒരു ഇത് ഞാൻ പറയാം, നിങ്ങളിപ്പോ ഒരു ചാനൽ തുടങ്ങാനിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ തുടങ്ങിക്കോ. നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗിൾ ഫുൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ നീ അങ്ങ് എന്തെങ്കിലും ആയോ ഇത്ര മോട്ടിവേഷൻ തരാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഒരു സ്ട്രഗിൾ ബേസ് ചെയ്ത് പറയാണ്. ഒരു ടൈമിൽ എന്തെങ്കിലും ഒന്നാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കോൺഫിഡൻസ് ഒട്ടും വിടുന്നില്ല. പിന്നെ ഇപ്പൊ ഈ ചാനൽ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കമന്റ്സ് ഇടുന്നത് കൊണ്ടും ഈ വ്യൂസ് കയറുന്നതിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ കളിയാക്കുന്നവരൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെ അവരെപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെയാണ് എന്റെ ചാനലിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മോണിറ്റൈസേഷൻ ജേർണീസ് ഒന്നും ആയിട്ടില്ല, അതിന്റെ പ്രോസസ് ഒന്നും ആയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് 2K ആവാൻ പോകുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, മൈക്കില്ല, ഈ പുറത്തുനിന്നുള്ള നോയ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പം ഇങ്ങനെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നതിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടന്റുകളൊക്കെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരോടും പറയുക. ഒത്തിരി സ്നേഹം മാത്രം. ഇത്രയും ഈ ഒരു 2K ആവാനും ഈ ചാനൽ ഇത്രയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ ഒത്തിരി താങ്ക്സ്. പിന്നെ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് എന്നത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.